ആഫ്രിക്കയെയും യൂറോപ്പിനെയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഇടമാണ് മൊറോക്കോ. ചരിത്രപ്രസിദ്ധവും സാംസ്കാരിക സമ്പന്നവുമായ മൊറോക്കോയിലേക്കാണ് മർക്കസ് നോളജ് സിറ്റിയിലെ ഫുതു ഹോളിഡേയ്സിൽ നിന്നുള്ള അടുത്ത സഞ്ചാരം. നമുക്ക് ആ സഞ്ചാരത്തെക്കുറിച്ചും ആ നാടിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിക്കാം. യഥാർത്ഥത്തിൽ നമ്മുടെ മാപ്പിലേക്ക് നോക്കുമ്പോൾ തന്നെ യൂറോപ്പിലെയും ആഫ്രിക്കയിലെയും വിവിധ രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഇടനാഴി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. മൊറോക്കോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അറബിക് പേര് മഗ്രിബ് എന്നാണ്. സൂര്യൻ അസ്തമിക്കുന്ന ഇടം എന്നാണ്. അതായത് ചരിത്രം അറിയപ്പെടുന്ന സമയത്ത് മൊറോക്കോയുടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് മറ്റുള്ള രാജ്യങ്ങളെക്കുറിച്ച് ആളുകൾക്ക് അറിവുണ്ടായിരുന്നില്ല. പിന്നീട് ക്രിസ്റ്റഫർ കൊളംബസ് വഴിതെറ്റി അമേരിക്കയിലേക്ക് എത്തി. പിന്നെ അവിടെ നിന്നാണ് മറ്റുള്ള പടിഞ്ഞാറൻ ദേശങ്ങളെക്കുറിച്ച് ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത്. അതിനെ മുന്നേ വരെ മൊറോക്കോ ആയിരുന്നു അവസാനത്തെ ഇടം. ഇവിടുന്ന് അങ്ങോട്ടേക്ക് നാടില്ല എന്നുള്ളൊരു ദുനിയായിരുന്നു. സോ ഇന്ത്യയിൽ നിന്നും മൊറോക്കോയിലേക്ക് എത്തണമെങ്കിൽ ഫ്ലൈറ്റ് മാർഗം ഏകദേശം 15 മണിക്കൂർ യാത്രയാണ്. ഇത് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ആഫ്രിക്കയുടെയും യൂറോപ്പിൻ്റെ ഇടയിലുള്ള ഒരു ഇടനാഴിയാണ്. മൊറോക്കോയിൽ നിന്ന് നോക്കിയാൽ നമുക്ക് സ്പെയിൻ കാണാൻ കഴിയും. ജിബ്രാൾട്ടർ കടലിൻ്റെ മറുവശം സ്പെയിനാണ് കിടക്കുന്നത്. സോ ഒരേ സമയത്ത് യൂറോപ്പിൻ്റെ സംസ്കാരവും ആഫ്രിക്കയുടെ സംസ്കാരവും അറബ് സംസ്കാരവും എല്ലാം കൂടി ഒരുപാട് സംസ്കാരങ്ങളുടെ ഒരു നാടാണ് മൊറോക്കോ. നഗര സംവിധാനങ്ങളൊക്കെ തന്നെയും യൂറോപ്പിൻ്റെ നഗര സംവിധാനങ്ങൾ, നിർമ്മിതികളൊക്കെ തന്നെയും മൂറിഷ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ആർക്കിടെക്ചർ. ഭക്ഷണങ്ങൾ അറബ് കൾച്ചറും യൂറോപ്യൻ കൾച്ചറും മിക്സിഡമായിട്ടുള്ള ഭക്ഷണ കൾച്ചർ. ജനങ്ങളാണെങ്കിൽ ആഫ്രിക്കൻ എന്നുള്ള ഒരു പദത്തിന് സാധാരണ കൊടുത്തത് കറുത്ത മനുഷ്യന്മാർ, മുടി ചുരുണ്ട, പല്ല് കൂടിയ ആളുകളായിട്ടുള്ള ഒരു രൂപമാണ് നമ്മുടെ ചരിത്രകാരന്മാർ കൊടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള നീളം കൂടിയ വെളുത്ത മുടി നീണ്ട മനുഷ്യന്മാരെ മൊറോക്കോ കാണാൻ കഴിയും. പ്രത്യേക ഒരു ജനതയും ഒരു കൂട്ടരുമാണ് മൊറോക്കോയിലുള്ളത്. ഇത്തവണത്തെ യാത്രയിൽ നിങ്ങൾ അവിടെ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാന കേന്ദ്രങ്ങളും ഇടങ്ങളും എന്ന് പറയാം. നമ്മൾ മൊറോക്കോയിലെ കസാബ്ലാങ്ക, റബാത്ത്, മെക്കനസ്, മറാക്കിഷ്, ഫാസ്, തെഞ്ചീർ, ഷഫ്ഷാവ് തുടങ്ങിയ നഗരങ്ങളിലേക്കാണ് യാത്ര പോകുന്നത്. അവിടെ എന്താണ് സവിശേഷത കാണുന്നത്? അഡ്മിനിസ്ട്രേഷൻ ക്യാപിറ്റൽ സിറ്റി റബാത്താണ്. റബാത്തിലാണ് അവരുടെ രാജാക്കന്മാരുടെയും അതുപോലെ അവരുടെ തലസ്ഥാന നഗരയുടെ പളവളപ്പൊക്കെ ഉള്ളത് റബാത്തിലാണ്. എന്നാൽ അവരുടെ കൊമേഴ്ഷ്യൽ ക്യാപിറ്റൽ സിറ്റി എന്ന് പറയപ്പെടുന്നത് കസാബ്ലാങ്കയാണ്. കസാബ്ലാങ്കയിലാണ് ലോകത്തെ ഏറ്റവും വലിയ മസ്ജിദുകളിൽ ഒന്നായ മസ്ജിദ് ഹസൻ സാനി ഉള്ളത്. അറ്റ്ലാന്റിക് സമുദ്രത്തോട് ചേർന്ന് അറ്റ്ലാന്റിക്കിൻ്റെ മുകളിലായി നിർമ്മിക്കപ്പെട്ട ഒരു മസ്ജിദാണ് മസ്ജിദ് ഹസൻ സാനി. നിർമ്മിതിയുടെ വലുപ്പം കൊണ്ടും ഗാംഭീര്യം കൊണ്ടും അതിൻ്റെ ചരിത്രം കൊണ്ടും മസ്ജിദ് ഹസൻ സാനി വളരെയധികം പ്രത്യേകതകളാണ്. പിന്നീട് ആ നഗര സംവിധാനങ്ങളൊക്കെ തന്നെ കസാബ്ലാങ്ക ആവട്ടെ റബാത്ത് ആവട്ടെ ഈ നഗര സംവിധാനങ്ങൾക്ക് തന്നെയും എത്തിച്ചേർന്നാൽ, നമ്മളവിടെ നാട്ടിൽ എത്തിച്ചേർന്നാൽ നമ്മളിപ്പോൾ ഒരു യൂറോപ്യൻ നഗരത്തിലാണോ, ഒരു പാരീസിലാണോ, അല്ലെങ്കിൽ ഒരു ആംസ്റ്റർഡാമിലാണോ, ആ രൂപത്തിലുള്ള റോഡ് സംവിധാനങ്ങൾ, തണൽ മരങ്ങൾ, ഇരിപ്പിടങ്ങൾ, വേസ്റ്റ് സംവിധാനങ്ങൾ, കൊറിഡോറുകൾ, ഇതൊക്കെ ഒരു യൂറോപ്യൻ നഗരത്തിന് തത്തുല്യമായ രൂപത്തിലാണ് സംവിധാനം. അതുപോലെ ഷഫ്ഷാവുൻ, ഒരു നഗരം ഒന്നടങ്കം നീലിമ പൂണ്ട് കിടക്കുന്ന നഗരമാണ് ഷഫ്ഷാവുൻ. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ തെത്തുവാൻ എന്ന് പറഞ്ഞ വേറൊരു നഗരമുണ്ട്. അത് ഫുൾ വൈറ്റ് സിറ്റിയാണ്. ആത്മീയമായിട്ടും വളരെ ഉന്നതിയിലുള്ളൊരു പ്രദേശമാണ്, സാംസ്കാരികമായിട്ടൊക്കെ. അത്തരത്തിലുള്ള ഏതൊക്കെ മസാറുകളും മറ്റുമാണ്? ഇപ്പോൾ ഉദാഹരണം മറാക്കിഷ് സബഅ തിരിജാൽ, 7 പുരുഷന്മാർ, ആധ്യാത്മിക ലോകത്ത് വളരെ പ്രശസ്തരായ 7 പുരുഷന്മാർ. അതിൽ മലയാളികൾക്ക് ഏറെ സുപരിചിതരായ ആളുകൾ ഒന്ന് ദലാൽ ഖൈറാത്ത് ക്രോഡീകരിച്ച ബഹുമാനപ്പെട്ട മൗലൈ സുലൈമാൻ അൽ ജസൂലി, ഖാദി ഇയാദ്, കിതാബ് ഷിഫയുടെ ഖാദി ഇയാദ്, അതുപോലെ അബുൽ അബ്ബാസ് സിബത്തി റഹ്മത്തുള്ളാഹി, ഇങ്ങനെ പ്രശസ്തരായ 7 ആളുകൾ കിടക്കുന്നത് മറാക്കിഷ് നഗരത്തിലാണ്. ഫാസ് നഗരത്തിലാണ് ബഹുമാനപ്പെട്ട സീദി അഹമ്മദ് തീജാനി റഹ്മത്തുള്ളാഹി. തീജാനി തരീഖത്ത് ക്രോഡീകരിച്ച് കോടിക്കണക്കിന് മുരീദുമാർ ഇന്നും ഫോളോ ചെയ്യുന്ന വലിയ ആധ്യാത്മിക സരണയാണ് തീജാനി തരീഖത്ത്. അവരുടെ ഷെയ്ഖായ സീദി അഹമ്മദ് തീജാനി റഹ്മത്തുള്ളാഹി അലൈഹി ഉള്ളത് ഫാസിലാണ്. അതുപോലെ ആഫ്രിക്കയുടെ വടക്കൻ ഭാഗങ്ങളിൽ ഇസ്ലാമിനെത്തിച്ച മൗല ഇദ്രീസ് അൽ അസ്ഹർ, മൗല ഇദ്രീസ് അൽ അക്ബർ തുടങ്ങിയ മഹാന്മാർക്ക് അവിടെയാണ്. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദിലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഷെയ്ഖായ മൗലൈ അബ്ദുസ്സലാം മഷീഷ് റഹ്മത്തുള്ളാഹി അലൈഹി ഉള്ളത് മൊറോക്കോയിലുള്ള ജബലുൽ അലാം എന്ന് പറയുന്ന ഒരു കൊടുമുടി മുകളിലാണ്. അതുപോലെ ലോകപ്രശസ്ത സഞ്ചാരി ഇബ്നു ബത്തൂത്ത 3 ദശകങ്ങൾക്ക് ശേഷം ചുറ്റിക്കറങ്ങി സ്വന്തം ജന്മദേശമായ സ്പെയിനിനോട് ചേർന്ന് കിടക്കുന്ന താഞ്ചറിൽ വന്ന് വിശ്രമിച്ച് കിടക്കുന്നതും അതും മൊറോക്കോയിലാണ്. ഇതൊക്കെ നമ്മുടെ യാത്രാപഥങ്ങളിലുള്ള ചില ഇടങ്ങൾ മാത്രമാണ്. എന്നാണ് നമ്മുടെ യാത്ര ഉദ്ദേശിക്കുന്നത്? ഇൻഷാ അല്ലാഹ് വലിയ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ ഇവിടുന്ന് പുറപ്പെടാം. എത്ര ദിവസം ഉണ്ടോ? 7 ദിവസത്തെ യാത്രയായിരിക്കും ഇൻഷാ അല്ലാഹ്. ഇതിൽ ഫാമിലി സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കാൻ പറ്റും. അതുപോലെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുനിന്ന് ഈ യാത്രയിൽ ജോയിൻ ചെയ്യാൻ പറ്റും. കാരണം വിസ പ്രൊസീജിയറൊക്കെ ഈ വിസ പ്രൊസീജിയേഴ്സാണ്. വളരെ സിമ്പിളായി ജോയിൻ ചെയ്യാൻ പറ്റും. GCC കൺട്രിയിലുള്ളവർക്കോ അല്ലെങ്കിൽ മറ്റേത് കൺട്രിയിൽ നിന്ന് യൂറോപ്യൻ, ഞങ്ങളെ മുൻകാല യാത്രകളിലൊക്കെ തന്നെയും യൂറോപ്യൻ കൺട്രീസിലുള്ള ആളുകളൊക്കെ നമ്മൾ മൊറോക്കോയിലെത്തുന്ന സമയത്തേക്ക് അവരവിടെ എത്തി നമ്മളെ കൂടെ യാത്രയിൽ ജോയിൻ ചെയ്ത് തിരിച്ച് ഞങ്ങൾ ഇന്ത്യയിലേക്ക് മടങ്ങുന്ന സമയത്ത് അവരവിടെ നിന്ന് അവരുടെ സ്വദേശത്തേക്ക് മടങ്ങുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പക്ക മലയാളികൾ മാത്രം ഉണ്ടാവാന്നുള്ളതല്ല, പല ദേശക്കാർ, പല ഭാഷക്കാർ, പല നിറത്തിലുള്ളവർ, പല ബിസിനസ് ചെയ്യുന്നവർ. അപ്പോൾ
നമുക്ക് പിന്നീട് അതൊരു വലിയ ബന്ധങ്ങളായി ബിസിനസ് ബന്ധങ്ങളായിട്ടും വൈവാഹിക ബന്ധങ്ങളായിട്ടൊക്കെ പരിണമിക്കുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു യാത്രയാണ് നമ്മളിന്നും പ്ലാൻ ചെയ്യാറുള്ളത്. നമ്മുടെ നാട്ടിൽ നിന്ന് പൊതുവെ കൂടുതൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഇടം കൂടിയാണ് മൊറോക്കോ. ഇങ്ങനെ നമ്മളെ ആകർഷിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകങ്ങൾ എന്താണ്? അതായത് ഓരോ നാട്ടിലേക്ക് എത്തുന്നതിന് ഓരോ ആളുകൾക്ക് പല താല്പര്യങ്ങൾക്ക്. മൊറോക്കോയെ ശരിക്കും ആകർഷിപ്പിക്കുന്നത് ആത്മീയത, സംസ്കാരം, ഭക്ഷണ വൈവിധ്യം, ഫാഷൻസ്, അവിടുത്തെ ജനങ്ങളുടെ വസ്ത്ര വൈവിധ്യവും അവിടുത്തെ നിർമ്മിതികളും. മൗസോളിയങ്ങളിൽ പോയാലും മസ്ജിദുകളിൽ പോയാലും അവിടുത്തെ സാംസ്കാരിക കേന്ദ്രങ്ങളിൽ പോയാലൊക്കെ അവിടുത്തെ പാറ്റേൺസ്, കളർ പാറ്റേൺസ്, നിർമ്മിത പാറ്റേൺസ്, ഇതൊക്കെ ഭയങ്കര അട്രാക്ഷനുള്ളതാണ്. ചരിത്രമാണെങ്കിൽ 14,000 വർഷങ്ങൾക്ക് പിന്നിലേക്കുള്ള ചരിത്രം കെട്ടുപണഞ്ഞ് കിടക്കുന്ന ഒരു രാജ്യം കൂടിയാണ് മൊറോക്കോ. പിന്നെ ഭക്ഷണങ്ങൾ, പല വിധത്തിലുള്ള ഭക്ഷണങ്ങൾ, അത് വെജിറ്റേറിയൻ ആയാലും നോൺ വെജിറ്റേറിയൻ ആയാലും വളരെ ആകർഷകമാണ്. കുഷ് പോലെയുള്ള ഈ അറ്റ്ലാന്റിക്, മെഡിറ്റേറിയൻ, അറ്റ്ലസ് പർവ്വതങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒരു സമന്വയ ഒരു ഭാവം എന്നുള്ളത് അതൊരു യാത്രക്കാരനെ സംബന്ധിച്ചോളം ഭയങ്കര ഒരു ഇൻസ്പിറേഷനായിരുന്നു. പ്രധാനപ്പെട്ട ഒരു സവിശേഷത, ലോകത്തെ ആദ്യത്തെ സർവകലാശാല സ്ഥാപിക്കപ്പെട്ടത് മൊറോക്കോയിലാണ്. ജാമിയത്തുൽ ഖറവീൻ എന്നറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റി. അതിനുശേഷമാണ് ഇറ്റലിയിലുള്ള ബൊലോഗ്നയും ഓക്സ്ഫോർഡും കാംബ്രിഡ്ജും ഒക്കെ കടന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. സഞ്ചാരത്തെ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു സുവർണ അവസരമാണ് ഈ യാത്ര. ചരിത്രം പഠിച്ചുകൊണ്ട്, ചരിത്രത്തിൽ നിരവധി തവണ ആവർത്തിക്കപ്പെട്ട ദേശങ്ങൾ സന്ദർശിച്ചുകൊണ്ട്, ചരിത്രത്തെ, സഞ്ചാരത്തെ പുൽകിയ മനുഷ്യന്മാരെ തേടിക്കൊണ്ട് അവരുടെ നാട്ടിലെ സംസ്കാരത്തെ കണ്ടു മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് ഈ സഞ്ചാരം.